എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാനേജ്മെൻറ്റിൽ പഠിക്കുന്നത് ഹെൻറി ഫയോളിൻ്റെ കോൺട്രിബ്യൂഷനാണ്. നമുക്കറിയാം മാനേജ്മെൻറ്റിൻ്റെ ഫാദർ, മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഹെൻറി ഫയോൾ മാനേജ്മെൻറ്റിന് നൽകിയ സംഭാവനകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ ഇത് കോൺട്രിബ്യൂഷൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ഹെൻറി ഫയോളിനെ കുറിച്ചുള്ള ചെറിയൊരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയൽ കൺസേൺ, അദ്ദേഹം ആക്ടിവിറ്റീസിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ ആക്ടിവിറ്റീസിനെ ഡിവൈഡ് ചെയ്തത്, ഒപ്പം തന്നെ അദ്ദേഹം ഒരു മാനേജർക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ പ്രധാനപ്പെട്ട മാനേജീരിയൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിൽ പെടുത്തി പറയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ തന്നെ അതല്ലാതെ നിങ്ങൾക്ക് ഫയോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ 14 പ്രിൻസിപ്പിൾസ് അത് മാത്രമായിട്ട് മെസ്സേജ് ചോദിക്കാം. അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കുറേ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി വേണം നിങ്ങൾ എഴുതാൻ വേണ്ടി. അപ്പോൾ ഹെൻറി ഫയോൾ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു. അത് ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യത്ത് ഉള്ള ആളാണ്. അപ്പോൾ ഹീസ് നോൺ ആസ് ദ റിയൽ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി. 1841 അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എഴുതാം. അതിനുശേഷം ഹി റോട്ട് സെവറൽ പേപ്പേഴ്സ് ഓൺ ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സബ്ജക്റ്റ്. അദ്ദേഹം ഒത്തിരി പേപ്പേഴ്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കലായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. ബട്ട് ഹിസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ഫേമസ് ബുക്ക്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻ്റ് ആണ്. അതിലാണ് അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ഫ്രഞ്ച് ഇൻ 1916. അത് ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ 1916 പബ്ലിഷ് ചെയ്തൊരു ബുക്കാണ്. ഇനി അക്കോർഡിംഗ് ടു ഫയോൾ, ഓൾ ദി ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ കൺസേൺ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 6 ഗ്രൂപ്പ്സ്. ഒരു ഇൻഡസ്ട്രിയൽ, ഒരു വ്യവസായ സ്ഥാപനത്തിൽ ആക്ടിവിറ്റീസിനെല്ലാം 6 ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതിലൊന്നാമത്തത് ടെക്നിക്കൽ ആക്ടിവിറ്റീസാണ്. ദീസ് ആക്ടിവിറ്റീസ് ഡെൽറ്റ് വിത്ത് പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിനെയാണ് അദ്ദേഹം ടെക്നിക്കൽ ആക്ടിവിറ്റീസിൽ പെടുത്തിയത്. then കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ദീസ് ആർ ഡെൽറ്റ് വിത്ത് ദ ബൈയിങ്, സെല്ലിംഗ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽ. ഗുഡ്സും മെറ്റീരിയലൊക്കെ നമ്മൾ വാങ്ങിക്കുന്നു, വിൽപ്പന നടത്തുന്നു, അതിൻ്റെ കൈമാറ്റം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികളാണ് കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസിൽ വരുന്നത്. ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് സെർച്ച് ഫോർ ആൻ ഒപ്റ്റിമം യൂസ് ഓഫ് ക്യാപിറ്റൽ. ആ സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിനെയാണ് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ സെക്യൂരിറ്റി ആക്ടിവിറ്റീസ് ഉണ്ട്, റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. ദീസ് ആക്ടിവിറ്റീസ് വെയർ കൺസേൺഡ് വിത്ത് ദി പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് പേഴ്സൺ. ആ സ്ഥാപനത്തിൻ്റെ പ്രോപ്പർട്ടിക്കും അവിടുത്തെ ആളുകൾക്കും പ്രൊട്ടക്ഷൻ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസാണ് സെക്യൂരിറ്റി റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ദെൻ അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് ആർ കൺസേൺഡ് വിത്ത് സ്റ്റോക്ക് ടേക്കിംഗ്, സ്റ്റോക്ക് എടുക്കുക, കോസ്റ്റിംഗ് സംബന്ധമായ കാര്യങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസിൽ അദ്ദേഹം പെടുത്തിയത്. ഇനി അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞത് മാനേജറിയൽ ആക്ടിവിറ്റീസിനെ കുറിച്ചാണ്. ദീസ് കൺസിസ്റ്റ് ഓഫ്, നമുക്കറിയാം മാനേജ്മെൻറ്റിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിങ്, കൺട്രോളിങ്, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് ഉൾപ്പെടുന്നതായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 5 ആക്ടിവിറ്റീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആക്ടിവിറ്റീസാണ്. അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് മാനേജീരിയൽ ആക്ടിവിറ്റീസിനാണ്. അപ്പോൾ നോക്കാം, നമുക്ക് ഹെൻറി ഫയോൾ വാസ് ദി ഫസ്റ്റ് പേഴ്സൺ ദാറ്റ് റെക്കഗ്നൈസ് ദ ഡിഫറൻറ്റ് ക്വാളിറ്റീസ് ഓഫ് എ മാനേജർ. ഒരു മാനേജർക്ക് വേണ്ട ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞ ആദ്യത്തെ ആൾ ഹെൻറി ഫയോളാണെന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരു മാനേജർക്ക് ഫിസിക്കൽ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം, നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം, നല്ല ഉത്സാഹം ഉണ്ടായിരിക്കണം, അതിൻ്റെ അഡ്രസ്സ് അല്ലേ, നല്ല വ്യക്തിത്വമുള്ള വ്യക്തിയായിരിക്കണം. മെൻ്റൽ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, ലേൺ, ജഡ്ജ്മെൻറ്റ്, മെൻ്റൽ വിഗർ ആൻഡ് അഡാപ്റ്റബിലിറ്റി. മാനസിക ആരോഗ്യമുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം കാര്യങ്ങളെ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള കഴിവ്, ഉചിതമായി തീരുമാനം എടുക്കാനുള്ള കഴിവായിരിക്കണം. മെൻ്റലായിട്ടുള്ള വിഗർ എന്ന് വെച്ചാൽ നല്ല മാനസികമായിട്ടുള്ള ഉത്സാഹമുള്ള ആളായിരിക്കണം. അഡാപ്റ്റബിലിറ്റി, മാറുന്ന ചേഞ്ചിനനുസരിച്ച് മാറാൻ വേണ്ടി കഴിവുള്ള ആളായിരിക്കണം. അപ്പോൾ അതൊക്കെയാണ് മെൻ്റൽ ക്വാളിറ്റീസിൽ പെടുന്നത്. അതിന് മോറൽ ക്വാളിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. ഹി ഷുഡ് ഹാവ് എനർജി, ഫെയർനെസ് ആൻഡ് വില്ലിംഗ്നെസ് ടു ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഒരു ഉത്തരവാദിത്വം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാനുള്ള ആ ഒരു താല്പര്യം, ആ ഒരു ദൃഢനിശ്ചയം അല്ലേ, ഫെയർനെസ്, അതിനുള്ള ഉത്സാഹം ഉണ്ടായിരിക്കണം. ഇനീഷ്യേറ്റീവ്, കാര്യങ്ങൾ മുന്നിൽ നിന്ന് നയിക്കാനുള്ള കഴിവ്. ലോയൽറ്റി, സ്ഥാപനത്തിലുള്ള വിശ്വസ്തത. ഫാക്ട് ആൻഡ് ഡിഗ്നിറ്റി, അന്തസ്സോടെയുള്ള പെരുമാറ്റം, അത്തരം കാര്യങ്ങളൊക്കെ മോറൽ ക്വാളിറ്റീസ് പെടുന്നു. അതുകൂടാതെ എഡ്യൂക്കേഷണൽ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. ജനറൽ ഫങ്ഷനിങ് ഓഫ് ആൻ ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ടുള്ള പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും നല്ല അറിവുള്ള വ്യക്തിയായിരിക്കണം. ദെൻ ടെക്നിക്കൽ ക്വാളിറ്റീസ്, ടെക്നിക്കൽ സൈഡ് അറിഞ്ഞിരിക്കണം, അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് അദ്ദേഹം ഒരു സാധാരണ മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട നല്ല ക്വാളിറ്റീസിൽ പെടുത്തി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മാനേജ്മെൻറ്റിൽ അടങ്ങിയിരിക്കുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നതനുസരിച്ച് പ്ലാനിങ്,
നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് മാനേജറിയൽ ഫംഗ്ഷൻസ് എന്നുള്ളത് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ കണ്ടിരുന്നു. പ്ലാനിംഗ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ അല്ലേ. ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതൊരു മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. ഓർഗനൈസിങ് അതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ഓർഗനൈസ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ, മെഷീൻ, മണി ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് സംഘടിപ്പിക്കുമ്പോൾ അതിനെ ഓർഗനൈസിംഗ് എന്ന് പറയും. കമാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദി മെയിൻറ്റെയിനിങ് ആക്ടിവിറ്റി എമംഗ് പേഴ്സണൽ. അതായത് പേഴ്സണൽ എന്ന് വെച്ചാൽ അവിടുത്തെ എംപ്ലോയീസാണ്. എംപ്ലോയീസിൻ്റെ ഇടയിൽ അവർ ചെയ്യേണ്ട പ്രവൃത്തികൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നു അല്ലേ. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അത് കമാൻഡിങ്ങിൻ്റെ ഭാഗമാണ്. ദെൻ കോർഡിനേറ്റിംഗ് ഉണ്ട്. അതായത് എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തികളെ കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ ചാനലൈസ് ചെയ്ത് എല്ലാ പ്രവൃത്തികളും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് കോർഡിനേറ്റിംഗ് എന്ന് പറയുന്നത്. കൺട്രോളിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു സീ ദാറ്റ് എവറിത്തിങ് ബീങ് കാരിയഡ് ഔട്ട് അക്കോർഡിംഗ് ടു ദി പ്ലാൻ വിച്ച് ഹാവ് ബീൻ അഡോപ്റ്റഡ്, ദ ഓർഡേഴ്സ് വിച്ച് ഹാവ് ബീൻ ഗിവൺ ആൻഡ് ദ പ്രിൻസിപ്പിൾ വിച്ച് ഹാവ് ബീൻ ലേ ഡൗൺ. കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പ്ലാൻ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും ഓർഡേഴ്സ് അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെന്നും എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുന്ന പ്രക്രിയയാണ് കൺട്രോളിംഗ് അല്ലേ. അപ്പോൾ ഇത്രയാണ് മാനേജ്മെൻറ്റിൽ അടങ്ങിയിരിക്കുന്ന 5 ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. ഡിവിഷൻ ഓഫ് വർക്കാണ്. Division of work means it says that work should be divided into different parts and each part should be entrusted to the most suitable person to do it. അതായത് the entire work should be divided into different parts. നമ്മൾ ചെയ്യാനുള്ള മുഴുവൻ ജോലിയെ നമ്മൾ പല പല ഭാഗങ്ങളായിട്ട് തിരിക്കുകയും ഈച്ച് പാർട്ട് ഷുഡ് ബി എൻട്രസ്റ്റഡ് ടു ദി മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺ ടു ഡു ഇറ്റ്. ഓരോ ജോലിയും അത് ചെയ്യാൻ വേണ്ടി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ആളുകളെ ജോലി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓരോ ജോലികൾ ഓരോരുത്തരെ തരംതിരിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ഹി ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് റിഫ്ലക്ട്സ് ഇൻ സ്പെഷ്യലൈസേഷൻ. അപ്പോൾ ഓരോരുത്തരും അവർ ചെയ്യുന്ന വർക്കിൽ സ്പെഷ്യലൈസ്ഡ് ആകപ്പെടും, അവർ വൈദഗ്ധ്യമുള്ളവരാകപ്പെടും. ഇൻ ടേൺ ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്. അങ്ങനെ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി കൂടുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വർക്കേഴ്സ് ഓരോരുത്തരും എഫിഷ്യൻ്റ് ആകുമ്പോൾ സ്ഥാപനത്തിൻ്റെ ഓവറോൾ എഫിഷ്യൻസിയും വർദ്ധിക്കും. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ അതോറിറ്റി എന്താണെന്നും റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ആദ്യം പറയണം. അതിനുശേഷം അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ ബന്ധം എന്താണെന്നും പറയണം. അതോറിറ്റി ഈസ് ദി റൈറ്റ് ഓഫ് എ സുപ്പീരിയർ ടു ഗീവ് ഓർഡേഴ്സ് ടു സബോർഡിനേറ്റ്. സബോർഡിനേറ്റ്സിന് ഓർഡർ കൊടുക്കാനുള്ള, നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള സുപ്പീരിയർ ഓഫീസറിൻ്റെ അധികാരത്തെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ഡിസിഷൻ എടുക്കാനുള്ള, തീരുമാനം എടുക്കാനുള്ള അതിനെ നമ്മൾ അതോറിറ്റി എന്ന് പറയും അല്ലേ. റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ് റെഫേഴ്സ് ടു ദി ഒബ്ലിഗേഷൻ ടു അക്കോംപ്ലിഷ് ഒബ്ജക്റ്റീവ്സ് ഓർ ദി ഡ്യൂട്ടി ഹി ഈസ് എക്സ്പെക്റ്റഡ് ടു പെർഫോം ബൈ വെർച്യൂ ഓഫ് ഹിസ് പൊസിഷൻ. ഒരാളുടെ പൊസിഷൻ അനുസരിച്ച് അദ്ദേഹത്തിന് എന്താണോ സ്ഥാപനത്തിൽ അതനുസരിച്ച് അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അയാളിൽ നിന്ന് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് അത് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കടമയാണ്, ഒബ്ലിഗേഷനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഷുഡ് ഗോ ടുഗദർ. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അത് ഒരുമിച്ച് പോകേണ്ടതാണ്. അതായത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി റെസ്പോൺസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അതിനാവശ്യമായിട്ടുള്ള അതോറിറ്റി കൊടുക്കണം. ഒരാൾക്ക് അതോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിനുണ്ടായിരിക്കണം അല്ലേ. അതുകൊണ്ടാണ് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അത് ഈക്വലായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറയുക. ദെൻ ഡിസിപ്ലിനാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് ഡിസിപ്ലിൻ ആവശ്യമാണ്. ഡിസിപ്ലിൻ ഇസ് എസെൻഷ്യൽ നോട്ട് ഓൺലി അറ്റ് ദ വർക്കേഴ്സ് ലെവൽ. വർക്കേഴ്സിന് മാത്രം ഡിസിപ്ലിൻ പോരാ, ബട്ട് ഓൾസോ ഇറ്റ് റിക്വയർസ് അറ്റ് ദി മാനേജ്മെൻറ്റ് ലെവൽ. മാനേജേഴ്സിനും ഡിസിപ്ലിൻ ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പ്, മാനേജേഴ്സും വർക്കേഴ്സും തമ്മിലുള്ള നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഓർഗനൈസേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാം വർക്കേഴ്സും മാനേജേഴ്സും അനുസരിക്കുക. അങ്ങനെ പോകുമ്പോഴാണ് അവരുടെ ഡിസിപ്ലിൻ ഉണ്ടെന്ന് പറയാൻ വേണ്ടി സാധിക്കുക. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡാണ് നാലാമത്തെ പ്രിൻസിപ്പിൾ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ആൻ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഇതാണ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ആൻ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. ഒരേ സമയത്ത് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഒരാൾ കമാൻഡുകൾ ഓർഡേഴ്സ് സ്വീകരിക്കാവുള്ളൂ എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് കമാൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഫയോൾ തോട്ട് ദാറ്റ് ഡ്യുവൽ കമാൻഡ്. ഫയോൾ എന്താണ് ചിന്തിച്ചത്? ഡ്യുവൽ കമാൻഡ്, അതായത് ഒരേ സമയത്ത് 2 പേരിൽ നിന്ന് കമാൻഡ് വരികയാണെങ്കിൽ, ഓർഡേഴ്സ് വരികയാണെങ്കിൽ അത് സോഴ്സ് ഓഫ് കോൺഫ്ലിക്റ്റ്, അതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കും. അതായത് സബോർഡിനേറ്റ് ഇങ്ങനെ 2 ഭാഗത്തു നിന്ന് ഓർഡേഴ്സ് ലഭിക്കുമ്പോൾ അത് അവർക്ക് കൺഫ്യൂഷനാവും ഏത് ഓർഡറാണ് ആദ്യം അനുസരിക്കേണ്ടതെന്നുള്ളത് അല്ലേ. അതുകൊണ്ടാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എല്ലാ സ്ഥാപനങ്ങളിലും ഫോളോ ചെയ്യണം എന്നുള്ളത് ഫയോളിൻ്റെ പ്രിൻസിപ്പിളിൽ പറയുക. ദെൻ യൂണിറ്റി ഓഫ് ഡയറക്ഷനാണ് അടുത്തത്. യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും തമ്മിൽ മാറിപ്പോകരുത്. യൂണിറ്റി ഓഫ് ഡയറക്ഷനിൽ പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദേ ഷുഡ് ഓൾവേസ് എക്സിസ്റ്റ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഫോർ എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് ദ സെയിം ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരേ ഒബ്ജക്റ്റീവുള്ള ഒരേ തരത്തിലുള്ള ആക്ടിവിറ്റീസിന് ഒരു ഹെഡും ഒരു പ്ലാനും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അല്ലേ.
ഷുഡ് ഓൾവേസ് എക്സിസ്റ്റ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഫോർ എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് ദ സെയിം ഒബ്ജക്റ്റീവ്. ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ ആ ആക്ടിവിറ്റീസിനെ അതിനെ നയിക്കുന്നതിന് വേണ്ടി ഒരു ഹെഡ് ഉണ്ടാവുള്ളൂ, ഒരു നേതാവ് ഉണ്ടാവുള്ളൂ, ഒരു മാനേജർ ഉണ്ടാവുള്ളൂ, ആൻഡ് വൺ പ്ലാൻ. അതിനെല്ലാം കൂടി ഒറ്റ പ്ലാനിങ്ങേ ഉണ്ടാവുള്ളൂ. അതാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാവരും ഓർഗനൈസേഷൻ്റെ കോമൺ ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടി എല്ലാ മെമ്പേഴ്സും ശ്രമിക്കേണ്ടതാണ്. ഓർഗനൈസേഷൻ്റെ കോമൺ ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടി കോർഡിനേറ്റഡ് ആയിട്ട് ഏകോപിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ ആറാമത്തെ പ്രിൻസിപ്പിൾ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എംപ്ലോയീസിൻ്റെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ. ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ടോട്ടലായിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ കോമൺ ഒബ്ജക്റ്റീവ് എന്നും പറയാം. അപ്പോൾ ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷൻ്റെ കോമൺ ആയിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓരോ എംപ്ലോയിയുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ദർ ഷുഡ് നോട്ട് ബി എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ബിസിനസ്മാൻ ആൻഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് വർക്കേഴ്സ്. അതായത് ബിസിനസ്സിൻ്റെ ഇൻട്രസ്റ്റും വർക്കേഴ്സിൻ്റെ താല്പര്യങ്ങളും ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ പാടില്ല. വെൻ ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദീസ് ടു, അത് തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുകയാണെങ്കിൽ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ഷുഡ് പ്രിവെയിൽ. അതായത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളായിരിക്കണം അത് മുൻകൈ ഉള്ളത്, അതായത് മുന്നിട്ട് നിൽക്കേണ്ടത്, കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഷുഡ് പ്രിവെയിൽ അല്ലേ. ആൻഡ് ദ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഷുഡ് ബി ഇഗ്നോർഡ് ഓർ സാക്രിഫൈസ്ഡ്. പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓരോരുത്തരും വ്യക്തിപരമായ താല്പര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അവിടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി. അതാണ് പറയുന്നത് സബോർഡിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കീഴ്പ്പെട്ട് നിൽക്കുക. ഗ്രൂപ്പിൻ്റെ ഇൻട്രസ്റ്റിന് സ്ഥാപനത്തിൻ്റെ പൊതുവായ താല്പര്യത്തിന് കീഴ്പ്പെട്ട് വേണം സ്ഥാപനത്തിലെ വ്യക്തികളുടെ താല്പര്യങ്ങൾ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് നിൽക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുക. ഇനി അടുത്ത പ്രിൻസിപ്പിൾ റെമ്യൂണറേഷൻ ആണ്. റെമ്യൂണറേഷൻ ഈസ് ദി പ്രൈസ് ഫോർ ദി സർവീസ് റെൻഡേർഡ് ബൈ ദി എംപ്ലോയി. എംപ്ലോയീസ് ആ സ്ഥാപനത്തിന് അവർ ചെയ്യുന്ന തൊഴിലിന്, അവർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് പകരമായിട്ട് അവർക്ക് പ്രതിഫലമായിട്ട് കിട്ടുന്ന അല്ലേ, അതിനുള്ള പ്രൈസാണ്, കൂലിയാണ് റെമ്യൂണറേഷൻ എന്ന് പറയാം. അപ്പോൾ റെമ്യൂണറേഷനെ സംബന്ധിച്ച് പറയുന്നത് റെമ്യൂണറേഷൻ ഷുഡ് ബി ഫെയർ, ഇറ്റ് ഷുഡ് ബി സാറ്റിസ്ഫൈ. ഇത് സാറ്റിസ്ഫൈ ചെയ്യണം, എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. എംപ്ലോയീസിന് തൃപ്തികരമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള റെമ്യൂണറേഷൻ കൊടുക്കേണ്ടതാണെന്നാണ് ഇത് പറയുന്നത്. എ ഗുഡ് സ്കീം ഓഫ് റെമ്യൂണറേഷൻ ഇൻക്ലൂഡ്സ് adequate financial and non-financial incentives and this will act as a motivating factor to get good performance from employees. അപ്പോൾ എംപ്ലോയീസിന് കൂടുതൽ നല്ല രീതിയിൽ സ്ഥാപനത്തോട് അല്ലെങ്കിൽ സ്ഥാപനത്തിന് വേണ്ടി എംപ്ലോയീസ് കൂടുതൽ നന്നായിട്ട് പണിയെടുക്കുന്നതിന് വേണ്ടി അവർക്ക് ഫൈനാൻഷ്യലായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കണം, അവർക്ക് കൂടുതൽ റെമ്യൂണറേഷൻ കൊടുക്കണം. ഒപ്പം തന്നെ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ട്, അവർക്ക് ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്, കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നല്ലൊരു റെമ്യൂണറേഷൻ പാക്കേജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏഴാമത്തെ പ്രിൻസിപ്പിൾ. ഇനി എട്ടാമത്തെ പ്രിൻസിപ്പിൾ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം സെൻട്രലൈസേഷൻ എന്താണെന്ന് പറയണം, ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് പറയണം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണെന്നും പറഞ്ഞു വെക്കണം അല്ലേ. അങ്ങനെ 3 പോയിന്റുകളും കൃത്യമായിട്ട് എഴുതണം. അപ്പോൾ സെൻട്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് ആർ വെസ്റ്റഡ് വിത്ത് ദി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, തീരുമാനം എടുക്കാനുള്ള ആ ഒരു പവർ എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ മാത്രം ആണ് കൂടുതൽ അത് കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിൽ അതിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ദർ ഈസ് സെഡ് ടു ബി സെൻട്രലൈസേഷൻ. ഓൺ ദി അതർ ഹാൻഡ് ഇഫ് ദി പവേഴ്സ് ആർ ഓൾസോ ഗിവൺ ടു ലോവർ ലെവൽ മാനേജ്മെൻറ്റ്, നമ്മൾ തീരുമാനം എടുക്കാനുള്ള പവർ ലോവർ ലെവൽ താഴെ തട്ടിലുള്ള മാനേജ്മെൻറ്റിനോട് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻട്രലൈസേഷൻ എന്താണെന്നും ഡീസെൻട്രലൈസേഷൻ എന്താണെന്നും പറഞ്ഞു. അതിനുശേഷം ആണ് നമ്മൾ ശരിക്കും ഫയോളിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് വരുന്നത്. ഫയോൾ സേസ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് സ്ട്രൈവ് ടു അച്ചീവ് എ ബാലൻസ് ബിറ്റ്വീൻ കംപ്ലീറ്റ് സെൻട്രലൈസേഷൻ ആൻഡ് കംപ്ലീറ്റ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ ഇവിടെ ഫയോൾ അഡ്വക്കേറ്റ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടുള്ളൊരു സെൻട്രലൈസേഷനെയോ പൂർണ്ണമായിട്ടുള്ളൊരു ഡീസെൻട്രലൈസേഷനെയോ അല്ല, ഇതിൻ്റെ ഇടയിലൊരു ബാലൻസാണ്. അതായത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സെൻട്രലൈസ് ചെയ്ത് വെക്കുകയും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീസെൻട്രലൈസ് ചെയ്യുകയും ചെയ്യണം. അതായത് അദ്ദേഹം പറയുന്നത് ആൻ ഓർഗനൈസേഷൻ ഷുഡ് സ്ട്രൈവ് ടു അച്ചീവ്, എന്ത് നേടാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് പറയുന്നത്, എ ബാലൻസ് ബിറ്റ്വീൻ കംപ്ലീറ്റ് സെൻട്രലൈസേഷൻ ആൻഡ് കംപ്ലീറ്റ് ഡീസെൻട്രലൈസേഷൻ. കംപ്ലീറ്റ് സെൻട്രലൈസേഷനും കംപ്ലീറ്റ് ഡീസെൻട്രലൈസേഷനും ഇടയ്ക്കുള്ള അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അല്ലേ. അതായത് എക്സ്ട്രീം സെൻട്രലൈസേഷൻ ഒഴിവാക്കണം, എക്സ്ട്രീം ഡീസെൻട്രലൈസേഷൻ ഒഴിവാക്കണം. അതിൻ്റെ ഇടയിൽ മോഡറേറ്റ് ആയിട്ട് രണ്ടിനെയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാർജ് ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ചെറിയ ഓർഗനൈസേഷനാണ് നമുക്ക് സെൻട്രലൈസേഷനെ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് സ്ഥാപനത്തിന് അനുയോജ്യമായിട്ട് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഫയോൾ പറയുന്നത്. ഇനി നമുക്ക് 9ാമത്തെ പ്രിൻസിപ്പിൾ നോക്കാം. സ്കേലാർ ചെയിൻ ആണ്. സ്കേലാർ ചെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സ് റേഞ്ചിങ് ഫ്രം ദി അൾട്ടിമേറ്റ് അതോറിറ്റി ടു ദി ലോവസ്റ്റ് റാങ്ക്. അപ്പോൾ വാട്ട് യു മീൻ ബൈ സ്കേലാർ ചെയിൻ എന്നുള്ളത്, സ്കേലാർ ചെയിൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് സുപ്പീരിയർ ഓഫീസർ മുതൽ നമ്മൾ ലോവസ്റ്റ് റാങ്കിലുള്ള ആൾ വരെയുള്ള ആ ഒരു അതോറിറ്റിയുടെ ആ ഒരു ചെയിനെയാണ് നമ്മൾ സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്.
സുപ്പീരിയർ ഓഫീസേഴ്സിന് കൂടുതൽ അധികാരമുണ്ടല്ലേ, അവരാണ് ടോപ്പ് ലെവലിൽ വരിക. അതിന് താഴെ അതിനേക്കാളും താഴെത്തട്ടിലുള്ള ജീവനക്കാർ വരും, അതായത് മാനേജേഴ്സ് വരും. അങ്ങനെ ടോപ്പ് സുപ്പീരിയർ മുതൽ താഴെത്തട്ടിലുള്ള ആ ഒരു മാനേജർ ലെവൽ വരെ അതോറിറ്റി ഇങ്ങനെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് താഴോട്ട് ഒഴുകുകയാണല്ലേ. കൂടുതൽ വലിയ പൊസിഷനിലിരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ അധികാരം, അതിൻ്റെ തൊട്ട് താഴെയുള്ള പൊസിഷനിലിരിക്കുന്നവർക്ക് അതിനേക്കാളും കുറഞ്ഞ അധികാരം. അപ്പോൾ ആ ഒരു ചെയിനെയാണ് നമ്മൾ സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ് ഇറ്റ് ഈസ് എ ബ്രോക്കൺ ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സ് ടു സബോർഡിനേറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത് നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഈ സ്കേലാർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സ്കേലാർ ചെയിൻ കൊണ്ടുവന്നിരിക്കുന്നത്. സുപ്പീരിയർ മുതൽ സബോർഡിനേറ്റ് വരെയുള്ള ആ ഒരു ചെയിൻ അതിനാണ്. അത് നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി, അതായത് നമ്മൾ സുപ്പീരിയർ ഓഫീസറിൽ നിന്ന് താഴെത്തട്ടിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ പോകുമ്പോൾ സുപ്പീരിയർ ഓഫീസിൽ നിന്ന് അതിൻ്റെ തൊട്ട് താഴെയുള്ള ആളുകളിലേക്ക് ആ കമ്മ്യൂണിക്കേഷൻ ആദ്യം എത്തുകയും പിന്നീട് അതിൻ്റെ തൊട്ട് താഴെയുള്ള ആളുകളിലേക്ക് കമ്മ്യൂണിക്കേഷൻ എത്തുകയും അങ്ങനെ താഴേക്കാണ് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ സ്പെസിഫിക് ഓർഡറിൽ, കൃത്യം ഓർഡറിൽ എല്ലാവരിലൂടെയും താഴോട്ട് ഇറങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഷുഡ് ഫ്ലോ ത്രൂ ദിസ് ചെയിൻ ഫ്രം ദി ഹയസ്റ്റ് എക്സിക്യൂട്ടീവ് ടു ലോവസ്റ്റ്. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയൊക്കെ നമ്മൾ ഹയസ്റ്റ് ലെവലിലുള്ള സുപ്പീരിയർ ഓഫീസർ മുതൽ താഴെത്തട്ടിലുള്ള ആ ഒരു എക്സിക്യൂട്ടീവ് വരെ, ലോവസ്റ്റ് ലെവലിലുള്ള എക്സിക്യൂട്ടീവ് വരെ ഈ ഒരു സ്കാലാർ പ്രിൻസിപ്പിൾ അനുസരിച്ച് സ്കാലാർ ചെയിനിലൂടെ തന്നെ സഞ്ചരിക്കണമെന്നുള്ളതാണ് സ്കാലാർ പ്രിൻസിപ്പിൾ പറയുക. ഇനി നമുക്ക് മറ്റൊന്ന് നോക്കാം. ഓർഡർ പ്രിൻസിപ്പിളാണ്. നമ്മൾ ഈ ഒരു സ്കേലാർ പ്രിൻസിപ്പിൾ പറയുമ്പോൾ അതിനോട് കൂടെ തന്നെ നമ്മൾ ഗ്യാങ് ബ്ലാങ്ക് എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് അല്പോടെ സിമ്പിളായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിനെ കുറിച്ച് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അല്പോടെ നമുക്ക് സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എല്ലാം 14 നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ന്യൂമോണിക് കോഡും അതിൽ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇതിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്കത് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഓർഡർ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ദീസ് പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് ദർ ഷുഡ് ബി മെറ്റീരിയൽ ആൻഡ് സോഷ്യൽ ഓർഡർ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ മെറ്റീരിയൽ ഓർഡറും സോഷ്യൽ ഓർഡറും 2 തരത്തിലുള്ള ഓർഡർ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മെറ്റീരിയൽ ഓർഡർ എന്താണെന്ന് നോക്കാം. അറേഞ്ച്മെൻറ്റ് ഓഫ് തിങ്സ്, അവിടെയുള്ള സാധനങ്ങൾ, അതായത് അവിടെയുള്ള മെഷീനറീസ്, മറ്റ് മേശ കസേര തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതാണ് മെറ്റീരിയൽ ഓർഡർ എന്ന് പറയുന്നത്. അതായത് ഓരോ തിങ്സിനും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് പ്രോപ്പറായിട്ടൊരു പ്ലേസ് ഉണ്ടായിരിക്കണം, അവിടെ തന്നെ കൃത്യമായിട്ട് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം എന്നാണ് മെറ്റീരിയൽ ഓർഡർ സൂചിപ്പിക്കുന്നത്. ഇനി അറേഞ്ച്മെൻറ്റ് ഓഫ് പീപ്പിൾ, ആളുകൾ, അവരുടെ ഓർഡറിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ ജോലിക്കും സ്യൂട്ടബിളായിട്ടുള്ള ആളുകളെ നമ്മൾ നിയമിച്ചിരിക്കണം, അവർ ആ ജോലി കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ റൈറ്റ് മാൻ ഷുഡ് ബി അപ്പോയിൻറ്റഡ് ഇൻ ദി റൈറ്റ് ജോബ്, കൃത്യമായിട്ടുള്ള, അതായത് ഓരോരുത്തരും ചേർന്ന ജോലിയിൽ ചേർന്ന ആളുകളെ നിയമിച്ചിരിക്കണം, അതാണ് സോഷ്യൽ ഓർഡർ എന്ന് സൂചിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ വേണമെന്നാണ് ആ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി 11ാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് ഇക്വിറ്റിയാണ്. ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈൻഡ്ലിനെസ് ആൻഡ് ജസ്റ്റിസ്, മാനേജേഴ്സ് കാണിക്കേണ്ട ദയയും ഒപ്പം തന്നെ നീതിയും, അതിനെയൊക്കെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുക. അതായത് എംപ്ലോയീസിനെ നമ്മൾ കൈൻഡായിട്ട് ദയാപൂർവ്വം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ടു മേക്ക് ലോയൽറ്റി ആൻഡ് അറ്റാച്ച്മെൻറ്റ് അമംഗ് ദി ടുവേർഡ്സ് ദി ഓർഗനൈസേഷൻ, അത് ഓർഗനൈസേഷനിലൊക്കെ അവർക്ക് ഒരു വിശ്വസ്തതയും അറ്റാച്ച്മെൻറ്റൊക്കെ തോന്നണമെങ്കിൽ നമ്മൾ എംപ്ലോയീസിനോട് നമ്മൾ നീതിപൂർവ്വമായിട്ട് ദയാപൂർവ്വം പെരുമാറേണ്ടതാണെന്നാണ് ഇക്വിറ്റി പ്രിൻസിപ്പിൾ സൂചിപ്പിക്കുക. എവരിബഡി ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഈക്വൽ എസ്പെഷ്യലി വെൻ ദേ ആർ ഓക്യുപ്പൈങ് സിമിലർ പൊസിഷൻ, അതായത് ഒരേ പൊസിഷനുള്ള ആളുകളെ നമ്മൾ ഈക്വലായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കണം, പാർഷ്യാലിറ്റി പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ വർക്കേഴ്സ് ഡൂയിങ് സിമിലർ ജോബ്, ഒരേ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ തുല്യ ശമ്പളം കൊടുക്കണം. ഒരേ ജോലി ചെയ്യുകയും നമ്മൾ വ്യത്യസ്ത ശമ്പളമാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഇക്വിറ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ ഇക്വിറ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളെയും അവരുടെ കാസ്റ്റ്, റിലീജിയൻ, സെക്സ് അതിൻ്റെ ബേസിലൊന്നും അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് വിവേചനം കാണിച്ച് അവരോട് പെരുമാറാൻ പാടില്ല. ഇനി 12ാമത്തെ സ്റ്റെബിലിറ്റി ഓഫ് ടേണർ ആൻഡ് പേഴ്സണൽ ആണ്. സ്റ്റെബിലിറ്റി ഓഫ് ടേണർ ആൻഡ് പേഴ്സണൽ, അതായത് അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് അല്ലേ, പേഴ്സണൽ, അവർക്ക് സ്റ്റെബിലിറ്റി ഓഫ് ടേണർ കൊടുക്കണം. അതായത് ഒരു ജോലി അവരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ആ ജോലിയിൽ പെർഫോം ചെയ്തെടുക്കാൻ വേണ്ടി ഒരു മിനിമം ഒരു ടൈം അവർക്ക് കൊടുക്കണം. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ഫ്രീക്വൻ്റായിട്ട് കൂടെ അവരെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. സ്റ്റെബിലിറ്റി ഓഫ് ടേണർ ഈസ് ഹൈലി എസെൻഷ്യൽ ടു ഗെറ്റ് മാക്സിമം കോൺട്രിബ്യൂഷൻ ഫ്രം വർക്കേഴ്സ്. വർക്കേഴ്സ് ആ ജോലിയുമായിട്ട് പരിചയപ്പെട്ട് വരാനും ആ ജോലിയെ നന്നായിട്ട് പഠിച്ച് പെർഫോം ചെയ്യാനും അവർക്കൊരു മിനിമം ടൈം കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ സൂചിപ്പിക്കുക. ഇൻസ്റ്റെബിലിറ്റി ഓഫ് ടേണർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ കോസ് ആൻഡ് എഫക്റ്റ് ഓഫ് ബാഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ബാഡ് മാനേജ്മെൻ്റ് ആണ് ഈ ഒരു ടേണർ, പെട്ടെന്ന് ആളുകളെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ മാനേജ്മെൻറ്റ് ബാഡാണ് അല്ലെങ്കിൽ മിസ്മാനേജ്മെൻ്റ് ആണ് സൂചിപ്പിക്കുക. ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇൻ ദി പൊസിഷൻ ഹെൽഡ് ബൈ എംപ്ലോയീസ് വിൽ ഡിറ്റീറിയേറ്റ് ദെയർ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് അല്ലേ. അത് പെട്ടെന്ന് അവർ ഒരു ജോലിയിൽ നിന്ന് പരിചയപ്പെട്ട് വരുമ്പോഴത്തേൽ അവരെ മറ്റൊരു ജോലിയിലേക്ക് മാറ്റി, ആ ജോലി പരിചയപ്പെട്ട് വരുമ്പോഴത്തേ അവരെ വീണ്ടും മറ്റൊരു ജോലിയിലേക്ക് മാറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ പെർഫോമൻസിൻ്റെ സ്റ്റാൻഡേർഡ് കുറയും. ആ കാര്യമാണ് സ്റ്റെബിലിറ്റി ഓഫ് ടേണർ ആൻഡ് പേഴ്സണൽ പറയുക. അതായത് സ്റ്റെബിലിറ്റി ഓഫ് ടേണർ മസ്റ്റ് ബി എൻഷ്യൂർഡ് ഇൻ ദി ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്.
ദെൻ ഇനീഷ്യേറ്റീവാണ് 13ാമത്തെ പ്രിൻസിപ്പിൾ. എംപ്ലോയി ഷുഡ് ബി ഗിവൺ ആഡിക്വേറ്റ് ഫ്രീഡം ടു തിങ്ക് ആൻഡ് എക്സിക്യൂട്ട് ദെയർ ഐഡിയാസ്. അവരുടെ ഐഡിയാസ്, അവരുടെ ഓരോ എംപ്ലോയീസിൻ്റെയും അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരിക്കും. ആ ഐഡിയാസൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി അതിനാവശ്യമായിട്ടുള്ള മതിയായ ഫ്രീഡം അവർക്ക് കൊടുക്കേണ്ടതാണ്. ഇനീഷ്യേറ്റീവ് എന്ന് സൂചിപ്പിക്കുന്നത് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാനുള്ള ഒരു കഴിവിനെയാണ്, അല്ലെങ്കിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇനീഷ്യേറ്റീവ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് ഐഡിയാസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി അവർക്കൊരു ഫ്രീഡം ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ അവർ ഒരു കാര്യം അവർ ഏറ്റെടുത്ത് നടപ്പിലാക്കിയുള്ളൂ അല്ലേ. അപ്പോൾ ഓർഗനൈസേഷണൽ ഗോള് നമ്മൾ എഫിഷ്യൻ്റായിട്ട് ചെയ്യണമെങ്കിൽ, മിനിമം എഫോർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണ്ടതാണ്. അപ്പോൾ ഇനീഷ്യേറ്റീവ് മീൻസ് ടു ഡു സംതിങ് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ ഓർഡേഴ്സ് ഫ്രം സുപ്പീരിയേഴ്സ്. അപ്പോൾ എപ്പോഴും നമ്മൾ സുപ്പീരിയേഴ്സിൻ്റെ ഓർഡേഴ്സിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കണമെന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ഒരു ലോജിക്കലായിട്ടുള്ള തിങ്കിങ് പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ മുൻകൈയെടുത്ത് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സുപ്പീരിയർ ടു ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ വിച്ച് ഈസ് കൺഡ്യൂസീവ് ഫോർ എവരിത്തിങ് ആൻഡ് എക്സിക്യൂട്ടീവ് പ്ലാൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് സുപ്പീരിയർ ഓഫീസറുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് പ്രിൻസിപ്പിൾ നോക്കാം. എക്സ്പ്രൈറ്റ് ഡി കോർപ്സ് എന്നാണ് അതിനർത്ഥം. അപ്പോൾ അതിന് മീനിങ് ആയിട്ട് പറയുന്നത് യൂണിയൻ ഓഫ് സ്ട്രെങ്ത് എന്നാണ്. എക്സ്പ്രൈറ്റ് ഡി കോർപ്സ് എന്ന് വെച്ചാൽ അത് യൂണിയൻ ഓഫ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ, അതായത് ഐക്യമദ്യം മഹാബലം, ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേടാം എന്നുള്ള ആ ഒരു മലയാളത്തിൻ്റെ ആ ഒരു ചൊല്ലിനെ ബേസ് ചെയ്താണ് നമുക്ക് എക്സ്പ്രൈറ്റ് ഡി കോർപ്സിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. ദ എൻ്റയർ ഓർഗനൈസേഷൻ ഷുഡ് ബി ട്രീറ്റഡ് ആസ് വൺ യൂണിറ്റ്. ആ ഒരു മുഴുവൻ സ്ഥാപനത്തിലുള്ള എല്ലാ ആളുകളും അതിനെ ഒരൊറ്റ യൂണിറ്റായിട്ട് നമ്മൾ കരുതേണ്ടതാണ്. ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ ഡിസ്ഇൻറ്റഗ്രേഷൻ. അവരെ ഇങ്ങനെ വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. ദ സക്സസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ആൻ ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ടീം സ്പിരിറ്റ്. ഇപ്പോൾ ടീം സ്പിരിറ്റ്, അതായത് എല്ലാവരും ഒറ്റ ടീമാണ് എന്ന് പറഞ്ഞ് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതാണ് ടീം സ്പിരിറ്റ് എന്ന് പറയുക. ഹാർമണി ആൻഡ് യൂണിയൻ എമംഗ് ദി പേഴ്സണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഗ്രേറ്റ് സ്ട്രെങ്ത് ഓഫ് അവർ കൺസേൺ. അതായത് നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, ഹാർമോണിയസായിട്ട് ഒരുമിച്ച് യൂണിയനായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥാപനത്തിന് ഏറ്റവും വലിയ ശക്തിയാണെന്ന് പറയാം. ദ മോട്ടോ ഡിവൈഡ് ആൻഡ് റൂൾ ഷുഡ് ബി ഡിസ്കറേജ്ഡ്. ഡിവൈഡ് ആൻഡ് റൂൾ, അതായത് ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുക. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ ആ ഒരു റൂൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡിസ്കറേജ് ചെയ്യണം, നിരുത്സാഹപ്പെടുത്തണം അല്ലേ. അതായത് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. യൂണിയൻ ഓഫ് സ്ട്രെങ്ത്, ഹാർമണി ആൻഡ് യൂണിയൻ എമംഗ് ദി പേഴ്സണൽ അല്ലേ, ടീം സ്പിരിറ്റ്, ഇതൊക്കെയാണ് എക്സ്പ്രൈറ്റ് ഡി കോർപ്സ് സൂചിപ്പിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫയോളിൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയെക്കുറിച്ച് പഠിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് പഠിച്ചെടുക്കാനുള്ള അല്പം സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ട്സിൻ്റെ ക്ലാസ്സും ഒപ്പം തന്നെ അതിൻ്റെ ന്യൂമോണിക് കോഡ് ഉൾപ്പെടെയുള്ള ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്ക്രീനിൽ നൽകാം. ഒപ്പം തന്നെ ഐ ബട്ടണിൽ ആദ്യം നൽകിയിട്ടുണ്ട്, അത് നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ ക്ലാസ് പരമാവധി സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്